യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ പ്രധാനമായിട്ട് 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ 25 വരെയുള്ള വാക്യങ്ങളൊന്ന് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ്സോടെ ഈ 2-ാം അധ്യായം സമാപിപ്പിക്കാനാണ് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുള്ളത്. നമ്മൾ ഈ ദൈവാലയ ശുദ്ധീകരണം സംബന്ധിച്ചുള്ള പഠനത്തിൽ ദൈവാലയം എന്ന ബൈബിളിലെ ആശയം സംബന്ധിച്ച് അതിൻ്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധാലുക്കളാണ്, വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് വരെ എന്നെ കുറഞ്ഞത് 4 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. അതിന് കാരണം പഠിച്ച കാര്യങ്ങൾ ഒന്ന് തറവാക്കാൻ വേണ്ടിയാണ്, അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവവചനം പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ടാണ് പിശാചിന് കൂടുതൽ ഇത് സഹിക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവാലയം സംബന്ധിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തോട് ബന്ധപ്പെടും. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് ഒതുങ്ങി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 25 വരെ, ഞാൻ 23 വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്, എന്നാൽ 25 വരെ. ഇവിടെ കർത്താവ് ഈ ദൈവാലയത്തിലേക്ക്, യെരൂശലേം ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ആ ചെല്ലുമ്പോൾ പെസഹ സമീപമായിരുന്നു. പെസഹ ഉത്സവത്തോട് ബന്ധപ്പെട്ട് യഹൂദന്മാരെല്ലാവരും അവിടെ വരിക പതിവാണ്. അവരെ ഉപദേശിക്കുവാൻ വേണ്ടി, മലയാളത്തിൽ ഉപദേശിക്കുക എന്നുള്ളിടത്തെല്ലാം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പഠിപ്പിക്കുക എന്നുള്ള വാക്കാണ്. അവരെ യഥാർത്ഥ സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ദൈവാലയത്തിൽ പോയിട്ടുള്ളത് പ്രധാനമായിട്ടും. ഇനിയും ഈ ദൈവാലയത്തിൽ കർത്താവ് ചെല്ലുമ്പോൾ കാണുന്നത്, ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. 14-ാം വാക്യം. കർത്താവ് കാണുന്നത് ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. ഈ വാക്യം ഞാൻ പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. പലരും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്തിനാണ് ഈ ദൈവാലയത്തിൽ, പണ്ടങ്ങനെ അല്ലായിരുന്നു, ദൈവാലയത്തിൽ വരുന്നവർ തങ്ങൾ യാഗത്തിന് വേണ്ടി മൃഗങ്ങളെ, പ്രാവിനെയൊക്കെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. എന്നാൽ ഇപ്പൊ ഇവിടെ ഒരു സൗകര്യമുണ്ട്. എന്താണെന്നറിയാമോ? 14-ാം വാക്യം നോക്കി, എന്താ സൗകര്യമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരാളിപ്പോൾ പെസഹായ്ക്ക് വേണ്ടി യെരൂശലേമിൽ ചെല്ലുകയാണെങ്കിൽ ഇവിടുന്ന് കാളയോ ആടിനെയോ പ്രാവിനെയോ ഒന്നും കെട്ടിക്കൊണ്ട് പോകണ്ട. പിന്നെ കാശ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അവിടെ ഇത് വിൽപ്പന ചരക്കായിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ദൈവത്തിന്റെ ആലയത്തിനകത്ത് നമ്പർ 1 കച്ചവടം നടക്കുകയാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. കാശുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ മാർഗമായിട്ട് ഇന്ന് ആത്മീയ കച്ചവടം മാറിയിരിക്കുകയാണ്. ഒരു വലിയ കച്ചവടവൽക്കരണം ആത്മീയ ലോകത്ത് സംഭവിച്ചിരിക്കുകയാണ്. അതിന് എന്ത് ടെക്നിക്കും ഉപയോഗിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് ലജ്ജ തോന്നും. അത് ഈ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ഇത് കാണുമ്പോഴാണ് നമുക്ക് വലിയ പ്രയാസമുണ്ടാകുന്നത്. എടറാ റെജി പാസ്പോർട്ട്, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ ആക്രോശമാണ്. എടടാ റെജി പാസ്പോർട്ട്, ഇതാ
ഇതാണ് ഒരു ദൈവദാസനെ ഏൽപ്പിച്ചേക്കുന്ന പരിപാടി. കച്ചവടവൽക്കരണമാണ്, കാശുണ്ടാക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായി. ഞാൻ ആരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ദൈവജനാടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും രോഗസൗഖ്യം, അതിന് രോഗസൗഖ്യം എന്ന് പോരാ, അത്ഭുത രോഗസൗഖ്യം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. അത്ഭുത രോഗസൗഖ്യം അനുഭവിക്കുന്നവരാണ്. ഞാനിതിനെ വിമർശിക്കുകയല്ല. ഒരു ദൈവദാസൻ ഒരു പോസ്റ്റ് ഇട്ടത് ഇതാണ്: ഈ ഹോസ്പിറ്റലുകളിലൊന്നും മെഡിക്കൽ കോളേജുകളിലൊന്നും ഈ രോഗശാന്തി വരമുള്ള പാസ്റ്റർമാരെ രോഗശാന്തിക്ക് കാണത്തില്ല. കാരണം അവിടെ അഭിനയിക്കുന്ന രോഗികളല്ല, യഥാർത്ഥ രോഗികളാണുള്ളത് എന്ന് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. എന്താ അവരുടെ ഈ കച്ചവടം അവിടെ വിലപ്പോകാത്തെന്നറിയാമോ? എന്താ? അവിടെ അഭിനയിക്കുന്ന രോഗികളല്ല, പിന്നെ യഥാർത്ഥ രോഗികളാണ് അവിടെ ചെല്ലുന്നത്. നമ്മൾ ഇതെല്ലാം ഗ്രഹിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ കർത്താവ് വലിയവനാണ്, അത്യുന്നതനാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ വിശ്വസിക്കുകയും, വിശ്വാസത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. രണ്ട്, പ്രാർത്ഥനയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ചിലരിങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ചെങ്കിലേ അത് നടക്കുമെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാൻ ഈ പറഞ്ഞത് ഈ യഹൂദന്മാരുടെ ദൈവാലയത്തിലെ ഈ കച്ചവടം പോലെ തന്നെ ആത്മീക ലോകത്തിൽ വ്യാപകമായി നടക്കുന്ന കച്ചവടം ദൈവമക്കൾ വ്യക്തമായിട്ട് അറിയണം. ഞാൻ പ്രാരംഭത്തിൽ അത് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ കാള, ശ്രദ്ധിക്കുക, ആ വാക്യത്തില് കാള, ആട്, പ്രാവ്, ഇത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് യാഗമർപ്പിക്കാൻ വേണ്ടി വാങ്ങാനും യാഗമർപ്പിക്കാനും വേണ്ടിയുള്ള മൃഗങ്ങളാണ്, പക്ഷിയാണ് ഇവിടെ നമ്മൾ കാണും. അത് അവിടെ ചെന്ന് വാങ്ങാം. ഇനി രണ്ടാമത് അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? പൊൻവാണിഭക്കാർ എന്ന് പറഞ്ഞാൽ, ഈ പൊൻവാണിഭക്കാർ എന്ന് പറയുന്നത് എന്താ? മണി എക്സ്ചേഞ്ചേഴ്സാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന കറൻസി, ഞാൻ ഇസ്രായേലിൽ പോയതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ അത് നമ്മുടെ ഇന്ത്യൻ മണി ഡോളർ ആക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഡോളർ അവിടെ സ്വീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പൊൻവാണിഭക്കാരെന്ന് പറയുന്നത് നമ്മളെ ഏത് രാജ്യത്തിൽ നിന്ന് ആളുകൾ ചെല്ലുന്നോ അവർക്ക് അവിടുത്തെ പണം ഇവിടുത്തെ കറൻസിക്ക് അല്ലെങ്കിൽ പണത്തിന് തത്തുല്യമായി സമാനമായി കൊടുക്കാതിരിക്കുന്ന ആളുകളാണ്. അവരാണ് ഈ പൊൻവാണിഭക്കാർ എന്ന് പറയുന്നത്. ഇനിയും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർത്താവ് അവിടെ ആളുകളെ പുറത്താക്കി എന്നുള്ളതാണ്. നോക്കണം, കർത്താവ് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാളുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. ശ്രദ്ധിക്കുക, കർത്താവ് ഈ ആടുമാടുകളെ പുറത്താക്കി, മാത്രമല്ല അത് വിൽക്കാൻ വന്നിരിക്കുന്ന കച്ചവടക്കാരെയും കൂടെ കർത്താവ് പുറത്താക്കി. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആവേശം മൂത്ത് പ്രസംഗിക്കുമ്പോൾ വചനത്തിൽ ഇല്ലാത്തതൊക്കെ പറയുന്ന ഒരു പ്രകൃതിയുണ്ട്. ക്ലാസ്സിൽ ഇതൊക്കെ തിരുത്തി പോകണമല്ലോ. കർത്താവ് അവിടെ ചമ്മട്ടി ഉണ്ടാക്കിയിട്ടാണ് ഇവരെ പുറത്താക്കിയത്. രണ്ടാമത്തെ കാര്യം, ഈ ചമ്മട്ടി ഉണ്ടാക്കി ഈ ആവേശം കൂടുന്നോണ്ട് പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത്? കർത്താവ് ചമ്മട്ടി അങ്ങോട്ട് ഉണ്ടാക്കി അതും കൊണ്ട് കയറി എല്ലാത്തിനും അടിച്ച കർത്താവ് മനുഷ്യരെ, മൃഗത്തെ എല്ലാം അടിച്ചു പുറത്താക്കി. ഇല്ല, കർത്താവ് ഈ ചമ്മട്ടി ഉണ്ടാക്കിയത് മനുഷ്യനെ അടിക്കാനല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ മൃഗത്തെ പുറത്താക്കാൻ വേണ്ടിയാണ് കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കിയത്. പലരും വളരെ തെറ്റായിട്ട് ഇത് ആവേശത്തിൽ മൈക്കിലൂടെയൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവ് ആരെയും തല്ലുന്നവനല്ല, തല്ലുകൊണ്ടിട്ടുള്ളവനാണ് കർത്താവ്. അടിക്കുന്നവർക്ക് തൻ്റെ മുതുകും, രോമം പിഴുന്നവർക്ക്, രോമം പറിക്കുന്നവർക്ക് തൻ്റെ കവിളും കാണിച്ചു കൊടുത്ത കർത്താവ്.
ഒരു കർണത്തടിച്ചാൽ മറ്റേതും കാണിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ച കർത്താവ് ഒരിക്കലും മനുഷ്യനെ തല്ലാൻ വന്നവനല്ല. കർത്താവ് മനുഷ്യരെ തല്ലാവില്ല. എന്നാൽ ഇവിടെ കർത്താവ് ചാട്ടവാറുണ്ടാക്കിയത് മനുഷ്യനെ തല്ലാനല്ല, മൃഗങ്ങളെ പുറത്താക്കാൻ. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇവിടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ ക്രമമായിട്ട് വായിച്ചു പോയി അങ്ങിന്ന് തീർക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പൊൻവാണിഭക്കാരുടെ നാണ്യം കർത്താവ് തൂക്കിക്കളഞ്ഞു. പൈസ എല്ലാം കർത്താവ് കളഞ്ഞു. ഇനി നോക്കുക, പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുക. ഓരോന്നും കർത്താവ് പ്രത്യേകമാണ്. നമ്മുടെ കാളയും ആടിനെയും പുറത്താക്കാൻ കർത്താവ് ചാട്ടവാറുണ്ടാക്കിക്കൊണ്ട് കയറി. എന്നാൽ ഈ പ്രാവിനെ വിൽക്കുന്നവരോട് കർത്താവ് പറഞ്ഞു ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോയി. അതിനെ കർത്താവ് ഒന്നും ചെയ്തില്ല. നിങ്ങൾ ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇനിയും ആ നാണ്യങ്ങൾ, അവരുടെ നാണ്യങ്ങൾ തൂക്കിക്കളഞ്ഞു. നമ്മളൊരു വചനം, ഒരു ഭാഗം പഠിക്കുമ്പോൾ ഇതുപോലെ തിരിച്ചു വേണം പഠിക്കാൻ. തെറ്റിച്ച് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇനിയും ഇത് കണ്ടപ്പോൾ, ഈ കർത്താവ് ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ടപ്പോൾ 17-ാം വാക്യം നോക്കുക. കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് പറയല്ല, കർത്താവിനെ കുറിച്ച് അവർ കണ്ടെത്തിയ ഒരു കാര്യം നോക്കി. എന്താ? അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്. അത് 17-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 16-ന്റെ അവസാനത്തെ ഭാഗം നോക്കിയേ. എന്റെ പിതാവിന്റെ ആലയത്തെ എന്താക്കി മാറ്റി? വാണിഭശാലയാക്കി മാറ്റി. ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ കാര്യം ഇതുകൊണ്ട് ചേർത്ത് വയ്ക്കുക, സമയപരിമിതി കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനിയും അവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിന്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കി. ഇതിനൊരു പ്രവചന പശ്ചാത്തലം കൂടെ ഉണ്ട്. നോക്കുക, ഇരമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ, ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കുമോ? ഇരമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവിടെ ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? കള്ളന്മാരുടെ ഗുഹ, എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം എന്തായിട്ട് മാറി? കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറി. നോക്കുക, ഈ പ്രവചനത്തിന്റെ യിരെമ്യാവിന്റെ കാലത്ത് ആ ദൈവാലയത്തിന്റെ സ്ഥിതി അതായിരുന്നു. ഈ പ്രവചനത്തിന്റെ ഒരു നിവൃത്തി കൂടെ ആയിട്ട് ഒരർത്ഥത്തിൽ നമ്മൾക്കിത് കാണാം. എന്താ? ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി, വാണിഭശാലയാക്കി മാറ്റി, കച്ചവടം നടത്താനുള്ള സ്ഥലമായിട്ട് മാറ്റി. സഭാചരിത്രത്തിൽ ഇത് വളരെ വ്യക്തമാകട്ടോ. ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയൊക്കെ ഇപ്പം കർദിനാളിനെ വാഴിച്ച സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെ ഉണ്ടായെന്നറിയാമോ? പിണങ്ങല്ലേ? അതൊക്കെ എങ്ങനെ ഉണ്ടായെന്നറിയാമോ? ഭയങ്കര കച്ചവടം നടത്തിയാ ഉണ്ടായത്. ആ കച്ചവടത്തിന്റെ പേരറിയാമോ? പാപമോചന ചീട്ട് കൊടുത്ത കാശുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഓരോ പാപത്തിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ കണക്ക്, ഇപ്പൊ രൂപയുടെ പൈസയുടെ മൂല്യമൊക്കെ മാറിയല്ലോ. പഴയ കണക്ക് എന്തെങ്കിലും ഇരിപ്പുണ്ട്. ഞാൻ പറയട്ടെ, ഓരോ പാപത്തിനും ഇന്ന പാപത്തിന് ഇത്ര, ഇന്ന പാപത്തിന് ഇത്ര എന്ന് പറഞ്ഞ് കാശ് പിരിച്ചാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സെയിന്റ് പീറ്റർ പത്രോസിന്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താക്കി മാറ്റിയിരിക്കുകയാണ്? കച്ചവടം നടക്കുന്ന സ്ഥലമായിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തിനും പണമാണ്. ഒരു വിശ്വാസി, അത് വിശ്വാസി എന്ന് പറയുന്ന അത്ര ശരിയില്ലല്ലോ, സഭയിലെ അംഗം ഒരാൾ മരിച്ചു കിട്ടിയാൽ പിന്നെ കാശിന്റെ ചാകര. മരിച്ചാൽ കാശ് കൊടുക്കണം, അടക്കുമ്പോൾ കാശ് കൊടുക്കണം, പിന്നെ 40ന്റെ അന്ന് കാശ് കൊടുക്കണം. എത്ര പൈസയാ ഇത് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കാൻ നമ്മുടെ ആളുകള്. പുസ്തകമൊന്നും നോക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഇത് വാണിഭശാലയാണോ? ദൈവത്തിന്റെ സഭ വാണിഭശാലയാണോ? ഞാനിപ്പോ യിരെമ്യാവ് പറയുന്ന വാക്ക് ഞാൻ അങ്ങ് ആവർത്തിച്ചോട്ടെ, നിങ്ങൾ പിണങ്ങുകയല്ലോ.
എന്തായി മാറിയിരിക്കുകയാണ്? കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുക. ഇന്ന് വേറൊരു കാര്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുക. ആത്മാർത്ഥമായിട്ട് വചനപ്രകാരം ദൈവവിളി കേട്ട് കർത്താവിന്റെ വേല ആത്മഭാരത്തോടെ ചെയ്യുന്ന ദൈവദാസന്മാരെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ട. അവിടെ എത്തപ്പെട്ടു നിൽക്കുകയാണ്. ആത്മീകമായി എന്തുമാത്രം അധപ്പതിച്ചു എന്ന് നോക്കാം. ഈ ദൈവാലയത്തിന്റെ സ്ഥിതി വാണിഭശാലയാക്കി മാറ്റി. ഇത് കണ്ടു നിൽക്കാൻ കർത്താവിന് കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? എന്നാൽ യേശു കർത്താവിന് ഇത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്. എന്താ? അവർക്കൊരു പ്രവചന ഭാഗം, ദൈവവചനത്തിലെ ഒരു പ്രവചന ഭാഗം അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. 69-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യമാണ്. 69-ാം സങ്കീർത്തനം 9-ാം വാക്യം എന്താ? നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ഇത് ഈ 69-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത അറിയാമോ? അത് ഒരു മശിഹൈക സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനമാണ്. എന്നു മാത്രമല്ല, 22-ാം സങ്കീർത്തനത്തെ പോലെ തന്നെ 69-ാം സങ്കീർത്തനവും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് സത്യങ്ങൾ വ്യക്തമാക്കുന്ന, വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പഴയ നിയമത്തിലെ 3 വേദഭാഗങ്ങൾ കർത്താവിന്റെ ക്രൂശ് ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. 1 22-ാം സങ്കീർത്തനം, 2 യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, 3 69-ാം സങ്കീർത്തനം പഴയ നിയമത്തിലെ ഭാഗമാണ്. ഒരു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നേരിട്ട് കണ്ട് ഒരു ദൃക്സാക്ഷി വിവരിക്കുന്നത് പോലെയുള്ള വിവരണമാണ് ഈ 3 പഴയ നിയമ വേദം. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ക്രിസ്തു മരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിന്റെ മരണത്തെ ഒരാൾ നേരിട്ട് കണ്ടെഴുതുന്നത് പോലെയുള്ള വിവരണമാണ് ഈ 3 വേദഭാഗത്തും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവാലയത്തെ കുറിച്ചുള്ള എരിവ് ഞാൻ വളരെ എളിമയോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ കാലഘട്ടത്തില് ദൈവാലയം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ. ദൈവസഭയാണ്, നമ്മള് വ്യക്തികളാണ്, അതുപോലെ ദൈവസഭയാണ്. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ പ്രിയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ദൈവസഭയ്ക്കാണ്. എൻ്റെ വീട്ടിൽ ആഹാരം കഴിച്ചില്ലെങ്കിലും എനിക്ക് വിഷയം ദൈവത്തിന്റെ സഭയാണ്. സഭ എന്നുള്ള വിഷയം സംബന്ധിച്ച് ഭാരമില്ലാത്ത രക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ടാകും കേട്ടോ. കർത്താവ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദൈവസഭയെക്കുറിച്ചുള്ള എരിവ് കർത്താവ് പറയുകയാണ്, എന്നെ തിന്നുകളയുന്നു എന്ന് പറയട്ടെ. ശിഷ്യന്മാർ ആ വചനം ഓർക്കുകയാണ്. 17-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി 18 മുതലുള്ള വാക്യങ്ങൾ, 18 മുതൽ 22 വരെയുള്ള വാക്യം, ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. 18 മുതൽ 22 വരെയുള്ള വാക്യം. കർത്താവ് ഈ അടയാളം തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ അടയാളം കർത്താവ് ചെയ്തപ്പോൾ 23-ാം വാക്യത്തിലുണ്ട്, കർത്താവ് യെരൂശലേമിൽ പെസഹയുടെ നാളിൽ ചെയ്ത അടയാളമാണ് ഈ ദൈവാലയ ശുദ്ധീകരണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് യോഹന്നാൻ. ഈ അടയാളം യേശു ചെയ്തപ്പോൾ
കർത്താവ് ഈ അടയാളം ചെയ്തപ്പോൾ, ഇനിയുമാണ് പ്രധാനപ്പെട്ട ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും? എൻ്റെ പ്രിയമുള്ളവരെ, ഇത് തിരുവെഴുത്തിലെ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ ഉപദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിട്ട് ഇത് പഠിക്കണം. ഇവര് ചോദിക്കുന്നത്, ഈ ദൈവാലയം നീ ശുദ്ധീകരിച്ചു. ഞാൻ ഒറ്റ വാക്കിൽ അങ്ങനെ പറയുക, നീ ശുദ്ധീകരിച്ചു, നിനക്കിത് ചെയ്യാൻ അധികാരമുണ്ട് എന്നുള്ളതിന് നീ ഒരടയാളം കാണിച്ചു തരാം. അതാണ് അവിടുത്തെ ചോദ്യം. മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. നീ ഞങ്ങൾക്കൊരടയാളം കാണിച്ച, നീ ഇത് ചെയ്യാൻ, ഒരു മനുഷ്യന് ഇത് സാധ്യമല്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ഇത് ചെയ്യുകയില്ല. നീ ഇത് ഇത്ര അധികാരത്തിൽ ഇവിടെ വന്ന് ഈ കാളയും ആടിനെയും ഒക്കെ പുറത്താക്കി പ്രാക്കളെ പുറത്തു കൊണ്ടുപോകാൻ ആജ്ഞ കൊടുത്ത് ഈ നാണ്യമൊക്കെ തൂകിക്കളഞ്ഞ് ഇത്രയും ബഹളമുണ്ടാക്കി ഈ ദൈവാലയം നീ ശുദ്ധീകരിച്ചു. അങ്ങനെ നീ ശുദ്ധീകരിക്കുന്നതിന്, നിനക്കിത് ഇങ്ങനെ ശുദ്ധീകരിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതിന് നീ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചത്. കർത്താവിനോട് ചോദിക്കുക. ഈ സന്ദർഭം മനസ്സിലാക്കണം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അടയാളം ഇത് യഹൂദന്മാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തില് യഹൂദന്മാരെ കുറിച്ചും യവനന്മാരെ കുറിച്ചും പറയുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ കുറിച്ചും ഗ്രീക്കുകാരെ കുറിച്ചും. ഈ രണ്ട് വിഭാഗം ആളുകളെ രണ്ട് വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട് പൗലോസ്. പൗലോസ് എന്നല്ല, അതാണ് അതിന്റെ ശരി. എന്താ? യഹൂദന്മാർക്ക് വേണ്ടത് അടയാളം, യവനന്മാർ അഥവാ ഗ്രീക്കുകാർക്ക് വേണ്ടത് ജ്ഞാനമാണ്. അവരന്വേഷിക്കുന്ന ജ്ഞാനമാണ്. എവിടെ? സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡയോജനസ്, ഇങ്ങനെ ഉണ്ടല്ലോ. അവര് തത്വചിന്തയാണ്, ജ്ഞാനമാണ് അവർക്ക് വേണ്ടത്. എന്നാൽ യഹൂദന്മാർക്ക് വേണ്ടത് എന്താണെന്നറിയോ? ജ്ഞാനമൊക്കെ അതിന്റെ വഴിക്ക് വെക്കൂ, ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അടയാളം. യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, നീ എന്ത് അടയാളം കാണിച്ചത്? ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കും. ഈ അടയാളവും അത്ഭുതവും ഇതൊന്നും അല്ല വിഷയം, അതൊന്നും അല്ല. അതിനേക്കാൾ വലിയ ചില സംഭവങ്ങളുണ്ട്. കർത്താവിനോട് അടയാളം ചോദിച്ചു, ഞാൻ അടയാളം കാണിച്ചു തരികയില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പലപ്പോഴും ഇവരെ ശാസിച്ചിട്ടുണ്ട്. നമ്മളിനി യോഹന്നാൻ സുവിശേഷം പഠിക്കാൻ പോവില്ലേ? കർത്താവ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ അടയാളം കണ്ടൊന്നുമല്ല, അടയാളം കണ്ടിട്ടൊന്നുമല്ല എന്റെ പുറകെ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അപ്പം ഉണ്ടാക്കി തരികയാണെങ്കിൽ അത് തിന്നാനാണ് നിങ്ങൾ വരുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനി ഇത് തന്നെയാണ്. എന്താ? കർത്താവിന്റെ കയ്യിൽ നിന്ന് വല്ല അപ്പകഷണവും കിട്ടുമോ? എന്തെങ്കിലും സൗഖ്യം കിട്ടുമോ? മുട്ടിലെ വേദന മാറുമോ? വയറ്റിലെ രോഗം പോകുമോ? വേദന നീങ്ങുമോ? ഇതിനാ യേശുവിന്റെ പുറകെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് അങ്ങനെയുള്ളവരെ അല്ല ആവശ്യം. ആരും പിണങ്ങരുത്. എല്ലാവരും അടുത്ത ക്ലാസ്സിലും ഉണ്ടാവും, എനിക്കറിയാം ഉണ്ടാവും. ദൈവവചനം ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി യേശുക്രിസ്തുവിനോട് അടയാളം ചോദിച്ചപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ള മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു നല്ല പഠനമാണ്, ഒരു വലിയ പഠനമാണ്. കർത്താവിനോട് ജനം അടയാളം ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നിനി നമ്മുടെ മുമ്പിൽ അതൊക്കെ എല്ലാം ഒന്നും എടുത്ത് ചിന്തിക്കാനായിട്ട് സമയമില്ല, ഇങ്ങനെ പോകാനും ഒക്കത്തില്ലല്ലോ ക്ലാസ്. ഒരു ഉദാഹരണം പറയാം. യേശു കർത്താവിനോട് അടയാളം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, യോനായുടെ അടയാളമേ ഉള്ളൂ അടയാളം. യോനയുടെ അടയാളം എന്താ? യോന കടലാനയുടെ വയറ്റിൽ
3 രാവും 3 പകലും ഇരുന്നു. ഇതാണ് യോനയുടെ അടയാളം. ഇതേ ഉള്ളൂ. യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതല്ല. യേശു അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ലോകത്തിന് ലഭിക്കാനുള്ള, ലോകം കാണുന്നതിന് വെച്ച് ഏറ്റവും വലിയ അടയാളം എന്താ? യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ക്രൂശിൽ മരിക്കും, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തും, ഒരു കല്ലറയിൽ 3 ദിവസം ഇരിക്കും, ഭൂമിയുടെ ഉള്ളിൽ 3 ദിവസം ഇരിക്കും, 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യന്റെ രക്ഷയ്ക്ക് നൽകാനുള്ള അടയാളം. ഏതാ അടയാളം? ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം. കേട്ടോ? ഈ മറ്റേ ഈ അടയാളങ്ങളുടെ പുറകെ പോകുന്ന പരിപാടി നിർത്ത്. ഇതാണ് കർത്താവ് ഈ ഭാവനം ചെയ്ത അടയാളം. കർത്താവ് ഈ അടയാളത്തോട് ബന്ധപ്പെട്ട് തന്റെ ക്രൂശ് മരണം വ്യക്തമാക്കപ്പെടും. ഇന്നത്തെ ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇന്നത്തെ പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ, ഞാൻ പേര് പ്രത്യേകം പറയുന്നത് ക്ഷമിക്കണം കേട്ടോ, ഉൾപ്പെടെയുള്ള ലോകത്തിന് ഇതെന്താ തലേ കയറാത്തത്? അതിന് തലേ കയറുക എന്നുള്ളതും വേറൊരു കാര്യം. തല കൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായി കുഴപ്പം. ഇത് അകത്തോട്ടാണ് കയറേണ്ടത്, ആത്മാവിലേക്കാണ് ഇതൊക്കെ കയറേണ്ടത്. അവിടെയാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ നിനക്കിത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്ത് എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറയാണ് ഒരടയാളം ഉണ്ട് കേട്ടോ. വേണ്ടേ? ഈ നോക്കിയേ, ഞാൻ അത് പറയുന്നതിനേക്കാൾ നല്ലത് വായിക്കുന്നതാണ് അല്ലെ. 19-ാം വാക്യം, ഈ മന്ദിരം പൊളിക്കുവേൻ, ഞാൻ 3 ദിവസത്തിനധികം അകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഈ മന്ദിരം പൊളിക്കുവേൻ. യഹൂദന്മാർ ഇത് കേട്ടതും, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ, കേട്ടത് ഇവര് ചോദിക്കുകയാണ്, 46 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഹേരോദാവ് പണിതു എന്നാണ് ഈ ദേവാലയം, നീ ഇത് പൊളിച്ചേച്ച് 3 ദിവസം കൊണ്ട് പണിയുമോ? അവർക്ക് മനസ്സിലായത് ഏത് ദൈവാലയമാണെന്നറിയാമോ? യെരൂശലേം ദൈവാലയത്തെ പൊളിച്ച് കർത്താവ് 3 ദിവസം കൊണ്ട് പണിയും എന്നാണ്. എന്നാൽ 22-ാം വാക്യം ഞാൻ ഇതങ്ങ് ചേർത്ത് വെച്ച് പെട്ടെന്ന് സമയത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി, 22-ാം വാക്യം, ഇത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഹേരോദാവ് പണിത യഹൂദന്മാരുടെ യെരൂശലേം ദൈവാലയത്തെ കുറിച്ചല്ല എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. എപ്പോഴാ മനസ്സിലായെന്നറിയാമോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, അയ്യോ, നമ്മുടെ കർത്താവ് പറഞ്ഞത് ഈ ദൈവാലയത്തെ കുറിച്ചല്ലല്ലോ. തൻ്റെ അവിടെ കൃത്യം പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, കർത്താവ് പറഞ്ഞത് 21-ാം വാക്യം, അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച്. ദൈവാലയം ഏതാണ് ദൈവാലയം? യേശുക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവാലയം. കർത്താവ് പറയാണ്, എന്റെ ശരീരം എന്ന ദൈവാലയം പൊളിക്കുവീൻ, ഞാൻ അതിനെ 3 ദിവസത്തിനകം ഞാൻ അത് 3 ദിവസം കൊണ്ട് പണിയും എന്ന് കർത്താവ് പറയുകയാണ്. ഇതൊരു വലിയ പഠനമാണ്. നിങ്ങളുടെ ചിന്തയ്ക്കും പഠനത്തിനും ഞാൻ അങ്ങ് വിടുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പല സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവമുണ്ട്. ഒരു സംഭവമുണ്ട്. എന്താ? യേശു കർത്താവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന്. എന്ന കർത്താവ് പറഞ്ഞു യേശുവിനോട്, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്.
അതെ, അടുത്ത വാചകം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഇന്നത്തെ ആ ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലായില്ല. ഈ മന്ദിരം പൊളിപ്പിനെന്ന് യേശു പറഞ്ഞത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഈ വാക്യം മനസ്സിലായിട്ടില്ല. ഏതാ? നീ പത്രോസാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. കർത്താവ് പറഞ്ഞത് ഏത് പാറയുടെ കാര്യം? യേശുക്രിസ്തു ആകുന്ന പാറമേൽ. ക്രിസ്തു എന്ന, അല്ലെങ്കിൽ പത്രോസ് ഏറ്റുപറഞ്ഞ പാറ. പത്രോസ് ഏറ്റുപറഞ്ഞ എന്താ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ആ പാറമേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന കർത്താവ് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ക്രിസ്ത്യാനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പത്രോസിന്റെ മണ്ടയിലാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടത്തെ കാര്യം. ഏതാ? നോക്കണം. യഹൂദന്മാര് ധരിച്ചത്, യേശുക്രിസ്തു പറഞ്ഞത് അവിടുത്തെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും പണിത ദൈവാലയമാകുന്ന ആ മന്ദിരം, നായോസ് ഉൾപ്പെടെയുള്ള ആ മന്ദിരം പൊളിച്ചാൽ കർത്താവ് 3 ദിവസം കൊണ്ട് പണിയും എന്നാണ്. എൻ്റെ സഹോദരന്മാരെ, ഞാന് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനത്തിന് ഒന്ന് ശ്രമിച്ചപ്പോ ഈ വാചകമുണ്ടല്ലോ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ വാചകം, യേശു പറഞ്ഞ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞ ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരൊറ്റ വാചകം കൊണ്ട് ഇവര് ചെയ്യാൻ ശ്രമിച്ചത് എന്താണെന്നറിയാം. ഞാൻ ചില വചനങ്ങൾ പറയാം, ഒന്ന് എഴുതിയിട്ടോളൂ. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. മത്തായി 27:40. മർക്കോസ് 15:29. മർക്കോസ് 15:29. മർക്കോസ് 14:58. 14:58. മത്തായി 26:60. തുടർന്നുള്ള ഭാഗം കേൾക്കണേ. ഇതെന്താണ് കർത്താവ് ഈ പറഞ്ഞതിനെ ഇവര് ദുരുപയോഗം ചെയ്തു? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയം കർത്താവിനെ വിസ്തരിക്കുമ്പോൾ, മർക്കോസ്, മത്തായി സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന അതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് ഈ സാക്ഷികളുടെ മൊഴി ഒന്നും അങ്ങോട്ട് ചേർന്ന് വന്നില്ല. ഇവര് കള്ളസാക്ഷികളെ കൊണ്ടുവന്നില്ല, അവരുടെ മൊഴികളൊന്നും ചേർന്ന് വന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ യേശുക്രിസ്തുവിനെതിരെ അവര് പറഞ്ഞ സാക്ഷ്യം കേട്ടോ. 27:40. മത്തായി 27:40 ഒന്ന് വായിച്ചു തരാമോ? മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവത്തിനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. മാത്രമല്ല പിന്നീട് 39:41, 39-ാം വാക്യം നോക്കി. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവത്തിനെങ്കിൽ ക്രൂസിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. 26:60 ഒന്ന് വായിച്ചു തരാമോ സാറേ? 26:60. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്ന് ദൈവമന്ദിരം പൊളിച്ചു, 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ തനിക്ക് കഴിയുമെന്ന് ഇവൻ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും സംസാരിച്ചിട്ടും, പ്രത്യേകിച്ച് 3.5 വർഷമാണെങ്കിൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് രാവും പകലും ഒക്കെ സംസാരിച്ചിട്ടും, എങ്ങനെ നോക്കിയിട്ടും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് കർത്താവിനെതിരെ, യേശുക്രിസ്തുവിനെതിരെ ഒരു കുറ്റം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. ഓട്ടോവിൽ ചെന്ന് പിടിച്ച് കൊണ്ടുവന്ന കുറ്റം കണ്ടോ? എന്താ ഇവിടെ പറഞ്ഞ കാര്യം? മന്ദിരം പൊളിച്ചേച്ച് ഞാൻ 3 ദിവസം കൊണ്ട്
പറഞ്ഞു എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്തൊരു പാപമാണെന്ന് നോക്കോ, എന്തൊരു കുറ്റമാണെന്ന് നോക്കോ. ഇനി ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാർ, ആ കുരിശിന്റെ മുമ്പിലൂടെ പോയവർ, അവരെല്ലാം പറഞ്ഞെന്താണെന്നറിയാമോ? ഈ വാചകമാ അവര് പറഞ്ഞ് യേശുവിനെ കളിയാക്കിയത്. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങുക, ദൈവത്തിനാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് കർത്താവിനെ പരിഹസിക്കുകയാണ്. എന്താ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം ഇവർക്ക് മനസ്സിലായില്ല. സ്തോത്രം. യേശു ക്രിസ്തു എന്ന മന്ദിരം, ക്രിസ്തുവിന്റെ ശരീരം, അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ടോ? യേശുവിന്റെ ശരീരം, ഇത് നായോസാണ്. ആ ശരീരത്തിന്റെ പ്രത്യേകത ഞാൻ ചില വാക്യങ്ങളൊന്ന് ഉദ്ധരിച്ചു പോകാം. എന്താണ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ആ ശരീരം എന്ന ദൈവാലയത്തിന്റെ മഹത്വം എന്താണ്? കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, നിങ്ങൾ ഇത് പൊളിക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണി. സ്തോത്രം. കാൽവരിയിലെ കുരിശിൽ നടന്നത് അതാണ്. യഹൂദന്മാർ യേശുവിന്റെ ശരീരം, ആ മന്ദിരം പൊളിച്ചു. അവർ പൊളിച്ചു. ഇനി അവർ പൊളിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വേറൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ശരീരം തകർക്കപ്പെട്ടു. ഈ ശരീരത്തിന്റെ 8 സവിശേഷത നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. തുലവും ചുരുക്കം മിനിറ്റുകളെ, ആ മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. 1, യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന മന്ദിരത്തിന്റെ മഹത്വം. ഒന്നാമത്തെ മഹത്വം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, നിങ്ങൾ തന്നെ ചിന്തിച്ചോണം, ഇത് വികസിപ്പിച്ച് പഠിച്ചോണം. 10-ാം അധ്യായം എബ്രായർ 10-ന്റെ 5. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഖനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ആ ഭാഗം നോക്കിയേ. എന്നാൽ ലോകത്തിൽ വരുമ്പോൾ, ഇതെവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? 40-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. പിതാവായ ദൈവവും പുത്രനും തമ്മിലുള്ള കോൺവെർസേഷനാണ്, സംഭാഷണമാണ്. ഇതൊക്കെ ദൈവജന സൂക്ഷ്മമായിട്ട് പഠിച്ച് മനസ്സിലാവും. ഇതൊരു സംഭാഷണ ഭാഗമാണ്. പിതാവ് ചോദിക്കുക, എന്തിഷ്ടം ചെയ്യാൻ ആര് പോവും? ഇപ്പൊ പുത്രൻ പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വരാം ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കണമെങ്കിൽ എന്തു വേണം? ഹനനയാകവും ഭോജനയാകവും ദൈവത്തിന് ഇഷ്ടമല്ല, നീ ഇച്ഛിച്ചില്ല. അത് സങ്കീർത്തനത്തിലും ഉണ്ട്, ഇവിടെ ഉണ്ട്, എബ്രായ ലേഖനത്തിൽ. ഹനനയാകവും ഭോജനയാകവും ഇച്ഛിച്ചില്ല. ഒരു യാഗം കഴിച്ചേ പറ്റുള്ളൂ. ആ യാഗത്തിന് എന്ത് വേണം? യേശു ക്രിസ്തുവാണ് യാഗമായി തീരേണ്ടതെങ്കിൽ ആ യാഗത്തിനൊരു ശരീരം വേണം. ദൈവം ആത്മാവാണ്, ദൈവത്തിന് ശരീരമില്ല. ദൈവത്തിന് ശരീരം വേണം. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? മന്ദിരം, നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. വിശദീകരിക്കുന്നില്ല. ഞാൻ ഒരുപാട് ആവർത്തിച്ചു സമയത്തിന്റെ കാര്യം, വിശദീകരണത്തിന്റെ കാര്യം. ക്ഷമിക്കണം, ആവർത്തന വിരസത വരുമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മറിയയുടെ ഗർഭാശയത്തിൽ യേശുവിന് ഒരു ശരീരം ഉണ്ടായി. എങ്ങനെയാ? യോസേപ്പിന്റെ സാന്നിധ്യം ഉണ്ടോ? മറിയക്ക് എന്താ റോള്? മറിയക്ക് എന്താ റോള്? ദൈവം ഒരുക്കിയ ശരീരം, പരിശുദ്ധാത്മാവ് ആ ഒരുക്കപ്പെട്ട ആ പാത്രത്തിലോട്ട് ദൈവം ഒരുക്കിയ ശരീരത്തെ കൊണ്ടെത്തിക്കുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്.
കേട്ടോ, എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരണമെങ്കിൽ യേശു യാഗമായി തീരണം. യാഗമായി തീരണമെങ്കിൽ ഒരു ശരീരം വേണം. അത് പിയസ്തംബാനെ പോലെയോ ഇന്നെന്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ ശരീരം പോലെയോ ആദാമ്യ രക്തത്തിൽ പിറന്ന ശരീരം കൊണ്ട് അത് സാധിക്കയില്ല. പാപലേശം, പാപ അംശം ഉണ്ടാകാൻ പാടില്ല. ദൈവം ഒരുക്കിയ പരിപാവനമായ ശരീരം കണ്ടോ. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് ഒരുക്കപ്പെട്ട ശരീരമാണ് ഈ മന്ദിരം എന്ന് കർത്താവ് പറഞ്ഞു. ജനിക്കാനും ജീവിക്കാനും കഷ്ടമനുഭവിക്കുവാനും മരിക്കുവാനും കഴിയുന്ന ഒരു ശരീരം. ഞാൻ ഈ പറഞ്ഞ 4 കാര്യവും പ്രത്യേകം ഓർത്തോണം. ജനിക്കാൻ, ജീവിക്കാൻ, കഷ്ടമനുഭവിക്കാൻ, മരിക്കാൻ. ദൈവത്തിന് ഈ വിധത്തിലൊരു ശരീരമില്ല. എന്നാൽ ഒരുക്കപ്പെട്ട ഒരു ശരീരം ദൈവം ക്രിസ്തുവിന് നൽകി. പെട്ടെന്ന് പോട്ടെ. 2, ഈ ഒരുക്കപ്പെട്ട ശരീരത്തിന്റെ രണ്ടാമത്തെ, ഈ മന്ദിരത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവിടെ പൗലോസ്ലീഹ ശരീരം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. ശരീരം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 8-3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപജഡത്തിന്റെ സാദൃശ്യം. ഇനിയും അടുത്ത്, പാപത്തിന് ജഡത്തിൽ എന്ത് വിധിച്ചു? ശിക്ഷ വിധിച്ചു. ജഡം, ശരീരം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തിനായിരുന്നു ഈ ശരീരം? യേശുവിന് ദൈവം ഒരുക്കിയത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വലിയ ആത്മീക സത്യം ഇവിടെയുണ്ട്. മർമ്മം എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ആ മർമ്മം എന്ന് പറയുന്നത് മറയപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സത്യമാണിത്. മർമ്മം എന്ന് പറയുന്നത്. എന്തിനാണ് യേശുക്രിസ്തുവിനൊരു ശരീരം കൊടുത്തത്? ശരീരത്തിൽ എന്ത് വഹിക്കണം? പാപം വഹിക്കണം. യേശുവിൽ പാപമില്ല. കാൽവരിയിലെ ക്രൂശിൽ ക്രിസ്തു നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ മേൽ ദൈവം പാപം ചുമത്തുകയായിരുന്നു. ക്രിസ്തുവിൽ പാപമില്ല. ആ ശരീരത്തിന്റെ മേൽ പാപം ചുമത്തി. ദൈവം എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ്, എന്തുമാത്രം സഹസ്ര കോടി പരിശ്രമിച്ചാണ് മനുഷ്യന്റെ രക്ഷ സാധിപ്പിച്ചതെന്ന് ഓർത്തോണം കേട്ടോ. ഇതൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല ഈ രക്ഷ. ശരീരമൊരുക്കി ആ ശരീരത്തിന്മേൽ എന്ത് ചെയ്തു? ആ ശരീരത്തിൽ പാപം ചുമത്തി. പാപം ചുമത്തിയിട്ട് എന്ത് ചെയ്തു? ശിക്ഷ ആ ശരീരത്തിൽ അയച്ചു. ഞാൻ ഒരു വാക്ക് പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നില്ലെങ്കിൽ, പാപത്തിന്റെ ശിക്ഷയായ കഷ്ടം അനുഭവിക്കുന്നില്ലെങ്കിൽ മനുഷ്യന്റെ പാപമോചനം സാധ്യമല്ല. എന്തിനാണ് കർത്താവിന്റെ ശരീരത്തിൽ അടിച്ചത്, തല്ലിയത്, കർത്താവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചത്, കർത്താവിനെ ചാട്ടവാറിന് തല്ലിയത്, കർത്താവിനെ പെടാപ്പാടുപെടുത്തിയത്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ക്രൂശിൽ ആണി അടിച്ചുയർത്തിയത്, ആ കൈകാലുകളിൽ ആണി അടിച്ചത് എന്തിനാണ്? കഷ്ടം അനുഭവിച്ചില്ലെങ്കിൽ പാപമോചനം സാധ്യമല്ല, പൂർത്തീകരിക്കപ്പെടുകയില്ല. കഷ്ടം അനുഭവിക്കണം. ഞാൻ പറയുന്ന വചനം അങ്ങ് എഴുതിയിട്ടുള്ളൂ.
1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്നുള്ള കാര്യം പത്രോസ് പറയുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയാം? അവന് കഷ്ടം വരുത്തി. 10-ാം വാക്യം. ആരാണ് യേശുവിന് കഷ്ടം വരുത്തിയത്? യഹൂദന്മാരാണോ? റോമൻ പടയാളികളാണോ? എന്റെ പ്രിയമുള്ളവർ, ഈ പുസ്തകത്തിന്റെ സത്യങ്ങളൊക്കെ കിണ്ടൽ കണക്കിന് ഭാരമുള്ളതാ, വെയിറ്റ് ഉള്ളതാ. പഠിക്കണേ. ദൈവത്തിന് സ്തോത്രം. ദൈവം യേശുവിന് കഷ്ടം വരുത്തി. ഇനി നോക്കുക, ലൂക്കോസ് 24:26. യേശു ക്രിസ്തു എമ്മൗസിലേക്ക് പോകുന്നവരോട് തന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ക്രിസ്തു ഇങ്ങനെ മരിച്ചിട്ട് മഹത്വത്തിലേക്ക് കിടക്കണമെന്നല്ല കേട്ടോ. 24-26 എങ്ങനെയാ? കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കിടക്കണം. യേശു കഷ്ടമനുഭവിക്കണം. മനുഷ്യന്റെ പാപമോചനത്തിന് യേശു കഷ്ടം അനുഭവിച്ചേ തീരൂ. ഇനി നോക്കുക, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവിടെ തെസ്സലോനിക്കയിലെ ഒരു സിനഗോഗിൽ ശബ്ബത്തിൽ ചെന്ന് പ്രസംഗിക്കുന്ന പൗലോസ് പറയുന്ന വാചകം കണ്ടോ? 17-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും മരിച്ചാൽ പോരാ. യേശു ക്രിസ്തു മരിച്ചാൽ പോരാ. എങ്ങനെ മരിക്കണം? കഷ്ടമനുഭവിച്ചു മരിക്കണം. കഷ്ടമനുഭവിച്ചു മരിക്കണമെങ്കിൽ എന്തു വേണം? ശരീരം കൂടിയേ മതിയാകും. യേശുവിൻ്റെ ശരീരം എന്ന മന്ദിരം. ഇനിയും മൂന്നാമതായി യേശുവിൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചുള്ള പഠനത്തിൽ എബ്രായർ 10-ാം വാക്യത്തിൽ ഈ ശരീരം എന്ത് ചെയ്തു? യാഗമാക്കപ്പെട്ടു. ഓഫേർഡ് ഇൻ സാക്രിഫൈസ്. ഒരു യാഗമായി കർത്താവിന്റെ ശരീരം എന്ത് ചെയ്തു? അർപ്പിക്കപ്പെട്ടു. കർത്താവിന്റെ ശരീരം യാഗമാക്കപ്പെടണം. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ചിന്തിച്ചോ? ഒരു യാഗമൃഗത്തിന്റെ തലയിൽ പുരോഹിതൻ കൈവച്ച് ജനത്തിന്റെ പാപം ചുമത്തിയിട്ട് ആ യാഗമൃഗത്തെ അറുക്കുന്നത് പോലെ മാനവജാതിയുടെ പാപം മുഴുവനും യേശുവിന്റെ ശരീരത്തിൽ ചുമത്തിയിട്ട് കാൽവരിയിലെ ക്രൂശിൽ യേശുവിനെ യാഗമാക്കി. യാഗം അനുഭവിക്കുക മാത്രമല്ല, കർത്താവ് യാഗമാക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന് യാഗമരണത്തിന് ഒരു ശരീരം ആവശ്യമാണ്. എബ്രായർ 10 അത് വ്യക്തമാക്കുന്ന ഒരു അധ്യായമാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഇനിയും ഈ ശരീരം സംബന്ധിച്ച് 4-ാമത്തെ കാര്യം, ബ്രോക്കൺ ഇൻ ജഡ്ജ്മെന്റ്. ന്യായവിധിയിൽ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് 24-ാം വാക്യം. 1 കൊരിന്ത്യർ 11:24. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എപ്പോഴാ ഇത് നമ്മൾ പറയുന്നത്? എപ്പോഴാന്നറിയാമോ? കർത്താവ് ഇത് പറഞ്ഞത് എപ്പോഴാണ്? നമ്മൾ ഇതെപ്പോഴാണ് ഈ വചനം ഓർക്കുന്നതും പറയുന്നത്? എപ്പോഴാ? ആ അപ്പം നുറുക്കുമ്പോഴാണ്. ബ്രോക്കൺ. ആ അപ്പം നുറുക്കപ്പെടുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, യേശുവിന്റെ ശരീരമല്ല ആ അപ്പം നുറുക്കപ്പെടുമ്പോൾ നുറുക്കപ്പെടുന്നത്. പിന്നെന്താ? യേശുവിന്റെ ശരീരം നുറുക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് ഈ അപ്പം നൽകുന്നത്. ഒരു ദൈവദാസൻ ഒരിക്കൽ തിരുവത്താഴ ശുശ്രൂഷ നടത്തിയപ്പോൾ ജനത്തിന്റെ നടുവിൽ നിന്ന് അപ്പം എടുത്തിട്ട് താൻ
സ്തോത്രം ചെയ്ത് കഴിഞ്ഞിട്ട് താൻ പറഞ്ഞ ഒരു വാചകം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ദാ ഞാൻ ഈ അപ്പം മുറുക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മുറുക്കപ്പെട്ടു. കണ്ടോ? ക്രിസ്തുവിന്റെ ശരീരം എന്ന മന്ദിരം തകർക്കപ്പെട്ട ശരീരമാണ് കർത്താവിന്റെ ശരീരം എന്ന മന്ദിരം. ഇനിയും യേശു ക്രിസ്തുവിന്റെ ശരീരം, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്. അത് നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ശരീരം മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ടു. buried in death. മരണത്തിൽ യേശുവിന്റെ ശരീരം, സ്തോത്രം, അടക്കപ്പെട്ടു. എൻ്റെ ദൈവത്തിന് മഹത്വം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 38-ാം വാക്യവും 40-ാം വാക്യവും, ഞാൻ ഒത്തിരി റെഫറൻസസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് ഭാഗങ്ങളുണ്ട്. യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കി സമൂഹത്തിലെ 2 മാന്യരായ വ്യക്തികൾ, ഒന്ന് അരിമത്തിയിലെ യോസഫ് എന്ന ശ്രേഷ്ഠ മന്ത്രി, മറ്റേത് യഹൂദന്മാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഉപദേഷ്ടാവ് നിക്കോദമാസ്. ഇവർ 2 പേരും കൂടെ ചെന്ന് പീലാത്തോസിനോട് അനുവാദം ചോദിച്ച് ആ കുരിശിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ ശരീരം ഇറക്കി. മന്ദിരം പൊളിച്ചു. നമ്മുടെ കർത്താവിന്റെ ശരീരം അവർ ഇരുവരും ചേർന്ന് 100 റാത്തൽ സുഗന്ധക്കൂട്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 100 റാത്തൽ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് ജനിക്കാനിടമില്ലായിരുന്നു, അരക്കാശിന് മുതലില്ലായിരുന്നു, ജീവിക്കുമ്പോൾ തലചായ്ക്കാനിടമില്ലായിരുന്നു. എന്നാൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായി. ലോകത്തിൽ ഏതൊരു വലിയ മനുഷ്യനും ലഭിക്കുന്നതിലും ഏറ്റവും ഉന്നതമായ നിലയിൽ എൻ്റെ കർത്താവിന് ഒരു ശവസംസ്കാരം നടന്നു. ആ ഭാഗമൊക്കെ നിങ്ങള് വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ ശരീരം സംസ്കരിക്കപ്പെട്ടു. എന്നാൽ എന്താ സംഭവിച്ചത്? സ്തോത്രം. 3-ാമത്തെ ദിവസം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്, 1 മുതലുള്ള വാക്യങ്ങളിലൊക്കെ, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. യഹൂദന്മാർ മന്ദിരം തകർത്തു, ഈ മന്ദിരം പൊളിച്ചു, യേശുവിനെ മണ്ണിലടക്കി. യേശു ആ മന്ദിരം പണിതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആ ശരീരത്തോടുകൂടെ യേശു ഉയർത്തെഴുന്നേറ്റു. എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ സാധിക്കയില്ല. സ്തോത്രം. ശരീരത്തോടുകൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ വിചാരിക്കരുത് ആത്മാവിൽ ഉയർക്കുകയല്ലായിരുന്നു, ആത്മസ്വരൂപനായി ഉയർക്കുകയല്ലായിരുന്നു. കർത്താവ് ശരീരത്തോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേറ്റ്. അതിന്റെ തെളിവുകളൊന്നും ഞാൻ നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭാഗം നോക്കിയ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം, യോഹന്നാൻ 20-19 മുതൽ 28 വരെയുള്ള വാക്യം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ലൂക്കോസ് 24-39 അവരോട് പറഞ്ഞു, ദേ ഇങ്ങോട്ട് വാ, ആ മണ്ണിൽ കൊണ്ടുവന്ന, ആ കല്ലറയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ച ശരീരം തന്നെയാണ് ഇതെന്നറിയാൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദാ ഇങ്ങോട്ട് വന്ന് ഈ കൈ നോക്ക്, ഈ കാലൊന്ന് നോക്ക്. തോമസ്ലിയോട് പറഞ്ഞ നമുക്കറിയാമല്ലോ, തോമസേ നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി എന്റെ വിലാപ്പുറം കാണുക. എന്റെ ദൈവത്തിന് സ്തോത്രം. മന്ദിരം പൊളിച്ചു,
പക്ഷേ യേശു മന്ദിരം പണിതു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വലിയ അത്ഭുതം ഏതുണ്ട്? ഇതിനേക്കാൾ വലിയ അടയാളം ഏതുണ്ട്? ഇത് നിനക്ക് ചെയ്യുവാൻ അധികാരമുണ്ട് എന്നുള്ളതിന് എന്ത് അടയാളം നീ ചെയ്യും? ആ തലമുറ തന്നെ കണ്ടു ആ അടയാളം. അവർ പൊളിച്ചു, യേശു പണിതു. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. ഞാന് 2 ഭാഗങ്ങൾ കൂടെ വായിച്ചു നിർത്തേണ്ടിയിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. എന്തിയെ ആ ശരീരം ഇപ്പോൾ എന്തിയെ? എവിടാ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പസ്തലന്മാരുടെ പ്രവർത്തികൾ 1:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കെ പത്രോസും യാക്കോബും യോഹന്നാനും ഉൾപ്പെടെയുള്ള അപ്പസ്തലന്മാർ നോക്കി നിൽക്കുമ്പോൾ കർത്താവായ യേശു ഒരു മലയിൽ നിന്ന് ആ ശരീരത്തോടുകൂടെ, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കയിൽ അവൻ വിട്ടുപിരിഞ്ഞു എന്നാണ്. ആ കൈ ഉയർത്തി അണിപ്പാടുള്ള ആ കരങ്ങൾ അവർ കണ്ടു. ആ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് യേശുവിന്റെ കാലുകൾ ഒരു മലയിൽ നിന്ന് പറഞ്ഞു. കർത്താവ് ഉയരങ്ങളിലേക്ക് പോയി. അവരുടെ കണ്ണ്, അവരുടെ ദൃഷ്ടി യേശു കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു മേഘം വന്ന് മൂടിയിട്ട് നമ്മുടെ കർത്താവ് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. എവിടെ ആ ശരീരം ഇപ്പോൾ? ആ ക്രിസ്തു ഇപ്പോഴെവിടെ? സ്തോത്രം. ശരീരത്തോടുകൂടെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ. എനിക്കും നിങ്ങൾക്കും ശരീരത്തോടുകൂടെ സ്വർഗത്തിൽ പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് മുമ്പായി എബ്രായർ 6:19-20 നമുക്ക് മുമ്പായി, നമ്മുടെ മുന്നോടിയായി നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ശരീരത്തോടുകൂടെ പ്രവേശിച്ചു. അമഹത്വീകരിക്കപ്പെട്ട ശരീരം, കഷ്ടമേറ്റ ശരീരം, അടക്കപ്പെട്ട ശരീരം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഉയർത്തെഴുന്നേറ്റത് മഹത്വമേറിയ ശരീരം. ആ ശരീരത്തെ കുറിച്ച് ഫിലിപ്പിയർ 3:21 ഓരോ ദൈവ പൈതൽ ഈ വചനമൊക്കെ മനപ്പാടം പഠിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഞാനിപ്പം ഈ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ കുലുങ്ങി പറയുന്നത് പോലെ സന്തോഷിക്കണം. എന്താണ്? സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, സ്തോത്രം, തന്റെ മഹത്വമുള്ള ശരീരം. എന്താണ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത? ഇപ്പോൾ കർത്താവിന്റെ ശരീരം മഹത്വമുള്ള ശരീരമാണ്. ആ മഹത്വമുള്ള ശരീരം ഇപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിലുണ്ട്. നമ്മളും ഈ ശരീരത്തോടുകൂടെ അല്ല കേട്ടോ. ഞാനതാണ് അടുത്ത് പറയാൻ ആഗ്രഹിച്ച കാര്യം. ഈ ശരീരത്തോടുകൂടെ അല്ല നമ്മൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യം. നമ്മുടെ ശരീരത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടു. നമ്മളിപ്പോഴേ ആ മണ്ണ് കൊണ്ടുള്ള ശരീരത്തിലേക്ക്. 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. സ്തോത്രം. ഞാൻ ഒടുവിൽ ഇങ്ങനെ സംക്ഷേപിച്ച് പറയട്ടെ, സമയം പാലിക്കുന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ. സ്തോത്രം. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. ഇത് മാറും. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ഭാവി പ്രത്യാശ ഇതാണ്.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണും ചെക്കപ്പിനും ഒക്കെ പോകും. ഞാൻ പോയിട്ട് കുറെ വർഷങ്ങളായി, ഒക്കെ അങ്ങ് നിർത്തി. ഇപ്പൊ അധികം പോകുന്നില്ല. ഞാൻ പറയട്ടെ, രോഗമുണ്ടെന്നറിയുമ്പോൾ നമുക്ക് ഭാരമുണ്ടാകാം. നമ്മുടെ രോഗവിവരം കേൾക്കുന്നവർക്കൊക്കെ അയ്യോ തമ്പാച്ചൻ സാറിന് അങ്ങനെ വന്നോ, അലക്സ് ജോർജ് ബ്രദറിന് അങ്ങനെ വന്നോ, ഒരു സഹതാപം, ഒരു വേദന. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവവൈതലിന് ഒരു വലിയ പ്രത്യാശയുണ്ട്. എത്താഴ്ചയുള്ള ശരീരം ഞാൻ ആദാമിന്റെ പ്രതിമ ധരിച്ചെങ്കിൽ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്തോത്രം. എട്ടാമതായി ഈ മന്ദിരം, ഈ ശരീരത്തിന്റെ ഒരു സവിശേഷത കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഈ ശരീരം നമ്മള് വിവേചിക്കേണ്ട ശരീരമാണ്. എബ്രായർ 11:29 വാക്യം, അവിടെ പൗലോസ് അപ്പോസ്തലൻ വലിയൊരു അപകട മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും. ഉണ്ടോ? വിവേചിക്കേണ്ട ശരീരം എപ്പോഴാണ്? ഹോളി കമ്മ്യൂണിയനിൽ, ഡിസേൺ ഇൻ കമ്മ്യൂണിയൻ. ദൈവമക്കൾ ആചരിക്കുന്ന തിരുവത്താഴത്തിലില്ലേ, ആ തിരുവത്താഴത്തിൽ എന്ത് ചെയ്യണം? ശരീരത്തെ വിവേചിക്കണം. പലരും ഈ വാക്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഏത് ശരീരത്തെ വിവേചിക്കേണ്ടത്? ഇംഗ്ലീഷിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. നോട്ട് ഡിസൈനിങ് ദ ലോർഡ്സ് ബോഡി. നമ്മുടെ ശരീരത്തെ വിവേചിക്കാനുള്ള സമയമല്ല അത്. ആരുടെ ശരീരത്തെ വിവേചിക്കേണ്ടത്? കർത്താവിന്റെ ശരീരം. തിരുവത്താഴത്തിലെ വീഞ്ഞുകൾ നമ്മുടെ കരങ്ങളിലെത്തി നമ്മൾ അവയിൽ പങ്കാളികളാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത്, നമ്മൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് കഷ്ടമനുഭവിച്ച് മരിച്ചിട്ട് ഒരു കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹത്വ ശരീരത്തോടുകൂടെ സ്വർഗങ്ങളിലേക്ക് പോയിട്ട് ഇനിയും നമ്മളെ ചേർക്കുവാൻ, ശരീരത്തോടുകൂടെ മടങ്ങി വരുന്ന നമ്മളെ ചേർക്കുന്ന നമ്മുടെ കർത്താവിനെയും കർത്താവിന്റെ ശരീരത്തെയും ആ രക്തം മുഖാന്തരം നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും ധ്യാനിച്ചു വേണം തിരുവത്താഴത്തിൽ പങ്കുകൊള്ളാൻ. ഇല്ലെങ്കിൽ ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകും, അനേകരും നിദ്ര കൊള്ളും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തധികാരം? യേശു വ്യക്തമാക്കി, എന്താ? എനിക്കധികാരമുണ്ട്, നിങ്ങൾ പൊളിക്കുക, ഞാൻ ഈ മന്ദിരം പണിയും. പറഞ്ഞതുപോലെ തന്നെ അവർ പൊളിച്ചു, മന്ദിരം പണിത്, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു തൻ്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിച്ചത് ആ ദൈവാലയത്തിന്റെ മുമ്പിൽ നിന്ന് യേശു തൻ്റെ ശരീരമെന്ന ദൈവാലയത്തിന്റെ മഹത്വീകരിക്കപ്പെടുവാൻ പോകുന്ന അനുഭവം വ്യക്തമാക്കി. ഇന്ന് നമ്മളോട് കർത്താവ് ഏർപ്പെട്ട വിധങ്ങൾക്കായി സ്തോത്രം. ഇവയൊക്കെ ധ്യാനിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും നമ്മൾക്ക് സാധിക്കട്ടെ. ഒടുവിലത്തെ 3 വാക്യങ്ങളിലൂടെ ഉണ്ട്. അത് ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പെട്ടെന്ന് വിശദീകരിച്ച് തുടർന്നുള്ള പഠനത്തിലേക്ക് പോകാം. ദൈവം നമ്മെ യുവജനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.